അസ്സലാമലൈക്കും. എല്ലാവർക്കും ഉമ്മിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. റമദാനിലെ ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ ഇടയത്താഴത്തിന് എണീച്ചിട്ടുണ്ട്. ഉമ്മി 4 മണിക്ക് എണീച്ച് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ ഒരു 4:30 ആകുമ്പോഴാണ് വിളിക്കുക. അപ്പോൾ ഇന്ന് ഇടയത്താഴത്തിന് പുട്ടും ചിക്കൻ കറിയാണ്. പിന്നെ അവലുണ്ട്, തേങ്ങാപ്പാലും ഉണ്ട്, ചായയും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇടയത്താഴത്തിന് കഴിക്കുകയാണ്. അത് എൻ്റെ മാമിയുടെ മോളാണ്, അവളും കൂടി ഉണ്ട് ഇന്ന് ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഞങ്ങൾ ഇടയത്താഴം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വാങ്ങി കൊടുക്കും. ആ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി നിസ്കരിച്ചിട്ട് വീണ്ടും കിടക്കും. അതിന് ശേഷം ഞങ്ങൾ 8 മണി 8:30 ഒക്കെ ആകുമ്പോഴാണ് എഴുന്നേൽക്കുക. ഞങ്ങൾ എഴുന്നേറ്റിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മി അവിടെ അടിച്ച് വാരാണ്. കിണറ്റിൻ്റെ മുകളിൽ കുറച്ച് പൂവൊക്കെ ചാടിക്കെടുക്കുന്നുണ്ട്, പൂവും ഇലയൊക്കെ ചാടിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉമ്മി ഒന്ന് അടിച്ച് വാരാണ്. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ പ്രത്യേകിച്ച് കുക്കിങ്ങും അങ്ങനെ ഒന്നും ഇല്ലാത്തത് കാരണമാണ് ഞങ്ങൾ കുറച്ച് വൈകി എഴുന്നേൽക്കുന്നത്. അപ്പോൾ അന്ന് നമ്മളൊരു വ്ളോഗിൽ കാണിച്ചിട്ട് ഒച്ച തിന്ന ഒരു മുല്ലപ്പൂയുടെ കാര്യം പറഞ്ഞിരുന്നു. ആ മുല്ലപ്പൂ ഇപ്പോൾ പിടിച്ച് വന്നിട്ടുണ്ട്, അതിൽ പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കുകയാണ്. പിന്നെ ഉമ്മി അവിടെ തുടക്കുകയാണ് ഫ്രണ്ടിൽ. വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ കുളിക്കാൻ കയറിയ സമയത്ത് വാങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഞങ്ങൾ നിസ്കരിക്കാനായിട്ട് പോകുകയാണ്. ഇനി നിസ്കരിച്ചിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഓതി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെറുതെ കട്ടുമ്മയൊക്കെ കിടന്ന് ഇങ്ങനെ പറയായിരുന്നു. പിന്നെ ഞങ്ങൾ ക്യാരംസ് കളിക്കുന്നു. പിന്നെ ഉമ്മി കുറച്ച് നേരം നോതായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇരുന്ന് ക്യാരംസ് ഒക്കെ കളിച്ചു. പിന്നെ ഒരു അസർ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മി അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മിക്ക ദിവസങ്ങളിലും പത്തിരിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് പത്തിരി വേണ്ട, ഇടിയപ്പം മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഇടിയപ്പമാണ്. അപ്പോൾ ഉമ്മി അവിടെ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ട എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഉമ്മി പൊട്ടിച്ച് ചിരകി എടുത്തിട്ടുണ്ട്.
ഇടിയപ്പമൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മി അവിടെ ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളിവിടെ വെറുതെ മുടിയൊക്കെ വെറുതെ വെച്ചിട്ട് പൂവൊക്കെ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ ഉമ്മി വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ട് ഇറച്ചിക്കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീഫ് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒന്നും കൂടി മസാലയൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇറച്ചിക്കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലേറ്റ് ആണ്. കട്ട്ലേറ്റിൻ്റെ റെസിപ്പി നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഉമ്മി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ സൈഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ കട്ട്ലേറ്റ് എല്ലാം റെഡിയായി ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി നമ്മൾ വെക്കുകയാണ്. വാങ്ങി കൊടുക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. കാരണം അപ്പോഴാണ് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ, ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തണുത്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പോഴാണ് ഫ്രൈ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തേക്ക് ജ്യൂസിന് വേണ്ടിയിട്ട് ഇവിടെ മുസമ്പിയൊക്കെ തൊലി പൊളിച്ച് എടുത്ത് വെക്കുകയാണ്. അതും ആ സമയമാകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ ജ്യൂസ് അടിക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾ പുറത്ത് വന്ന് ചെടിയൊക്കെ നനയ്ക്കുകയാണ്. അപ്പോൾ അതെൻ്റെ മാമിയുടെ മോളാണ്. അവളുടെ പേര് റിസാന എന്നാണ്. ഞങ്ങൾ റിസു എന്ന് വിളിക്കും. അവൾ വെക്കേഷനായിട്ട് നിൽക്കാൻ വന്നതാണ്. ഞങ്ങൾ ചെടി നനച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെടിയുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്കൊരു പ്രാണീനെ കിട്ടി. ചത്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം 6 മണിയായിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ജ്യൂസൊക്കെ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുസമ്പി, പിന്നെ ഞാനൊരു പകുതി മുസമ്പിയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു നുള്ളു ഉപ്പ്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, വെള്ളം ഇതൊക്കെ ചേർത്ത് അടിച്ചെടുത്ത് അരിച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമായിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ളത് കട്ട്ലേറ്റ് ഉണ്ട്, സമൂസ ഉണ്ട്, പിന്നെ മാങ്ങ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ മുസമ്പി ജ്യൂസും നാരങ്ങ വെള്ളവും ആയിരുന്നു ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ വാങ്ങ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നോമ്പ് വന്ന് കഴിക്കുകയാണ്. എന്നിട്ട് നിസ്കരിച്ച് ഓതി അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി ചായ കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് ചായ കുടിക്കുന്ന സമയത്ത് കാണാം. അപ്പോൾ രാത്രിയായി. അപ്പോഴത്തേക്കും വാപ്പി കട പൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്പിയുടെ കുളി കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചായക്ക് ഇടിയപ്പവും ഇറച്ചിക്കറി ആയിരുന്നു. അപ്പോൾ വാപ്പി പിന്നെ ബിരിയാണി വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതും കഴിച്ചു.
ഇടിയപ്പം കഴിച്ചു. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് എന്റെ വാപ്പി. ഉമ്മി അത് കഴിഞ്ഞ് അടുക്കള പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ട് വരാണ്. പിന്നെ നാളത്തേക്ക് ഇടയത്താഴത്തിനുള്ള ഇടിയപ്പമൊക്കെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൈക്കിൾ ഓടിക്കുകയായിരുന്നു രാത്രി വെറുതെ. കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ റോട്ടിൽ പ്രത്യേകിച്ച് വണ്ടികളൊന്നുമില്ല. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. സാധാരണ ഒരു അധികം സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അപ്പം നമ്മളെല്ലാവരും കിടക്കാനായിട്ട് പോകുകയാണ്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം.